പാലക്കാട് ജില്ലയിലെ LDF-ൽ ഭിന്നത. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് INL മണ്ണാർക്കാട് മേഖലയിൽ PK ശശിയുടെ അനുകൂലികളായ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് തീരുമാനം. അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിനാലാണ് മത്സരിക്കുന്നതെന്ന് INL സംസ്ഥാന കൌൺസിൽ അംഗം KV അമീർ മീഡിയ വണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ LDF-നകത്ത് ചില ഭിന്നതകളുണ്ട്. INL ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണ് INL പ്രധാന പരാതി? എന്താ? നമുക്കറിയാം, പ്രാദേശിക തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഓരോ പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമാണ്. അടിത്തട്ടിൽ നേതാക്കന്മാർക്കും സാധാരണക്കാർക്കും അധികാര പങ്കാളിത്തം ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആ അർത്ഥത്തിൽ വേണ്ട രീതിയിൽ പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 2020 ഇലക്ഷനിൽ നമ്മൾ അന്ന് പാർട്ടി വന്നൊരു സാഹചര്യമാണ്. അന്ന് പറഞ്ഞതില്ല LDF-ൻ്റെ നേതാക്കന്മാർ AK ബാലൻ ഉൾപ്പെടെയുള്ള സമ്മതിദായ നേതാക്കന്മാർ പറഞ്ഞത് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ മാന്യമായി പരിഗണിക്കാമെന്ന്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളെ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഒരു മുന്നണി രാഷ്ട്രീയമാവുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും, എല്ലാവർക്കും ആ രീതിയിലുള്ള പരിഗണന നൽകാൻ പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, 2000-ഓളം വാർഡുകളുള്ള പാലക്കാട് ജില്ലയിൽ 10-ൽ താഴെ വാർഡുകൾ മാത്രമാണ് INL ചോദിച്ചിട്ടുള്ളത്. അതിലെന്ത് വിട്ടുവീഴ്ചയാണ് നമ്മൾ ചെയ്യാൻ കഴിയുക? അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഒറ്റപ്പാലായാലും മണ്ണാർക്കാടായാലും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്ക് പ്രവർത്തകരുള്ള ഏറെ വ്യക്തിപരമായ സ്വാധീനങ്ങളുള്ള നേതാക്കന്മാർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു വാർഡ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെന്ത് വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാൻ കഴിയും? അതൊരു ശരിയായ രീതിയല്ല അത്തരം ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും INL ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് INL കൂടുതൽ സ്വാധീനമുള്ളത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.